ഹലോ, കേക്കൊക്കെ ആയിട്ട് എവിടെ പോകുന്നു? അറിഞ്ഞില്ലേ സംഭവം എന്ന് പറഞ്ഞില്ലേ? ഇല്ല. ഇടുക്കാച്ച് പരിപാടിയില്ലേ? എന്തൊരു പരിപാടി? എന്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ? അതിന് ഇത്രയും വലിയ കേക്കും പിള്ളേരും? സത്യം പറ, എന്താണെന്ന് പറഞ്ഞുകൂട്. നമ്മുടെ ഐശ്വര്യ പബ്ലിക് സ്കൂളിൽ 100% വിജയമാണ്. അതുകൂടാതെ നമുക്ക് രണ്ടുപേർക്കും 99% മാർക്കും. അത് ശരി. വിജയത്തിനൊപ്പം ഇരട്ടി മതി. ഈ ഒരു പരിപാടി കണ്ടിട്ട് തന്നെ ആയ കാര്യം നമുക്ക് ഒരുമിച്ച് കേക്ക് മുറിക്കാം. ഓക്കെ? എന്താ പിള്ളേർക്ക് കേക്ക് കൊടുക്കുന്നില്ലേ? പിള്ളേര് കേക്ക് കട്ട് ചെയ്തിട്ടു, പക്ഷെ പൂവുള്ള കഷ്ണം എനിക്ക് മാറ്റി വെച്ചേക്കണം. പറഞ്ഞോട്ടല്ലേ, പറ്റൂല. നമ്മുടെ പരവൂരുള്ള ഐശ്വര്യ പബ്ലിക് സ്കൂളിലാണ് ഞാനിപ്പോൾ. കൊല്ലത്തെ 10ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നപ്പോൾ ഉയർന്ന ഒരു വിജയമാണ് നമ്മുടെ ഐശ്വര്യ പബ്ലിക് സ്കൂൾ നേടിയത്. ഞാൻ ഒരുപാട് ആഘോഷത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ ഈ ഒരു വിജയാഘോഷം കുറച്ചും കൂടി സന്തോഷം തരും. അത് നമ്മുടെ ഈ കുട്ടികളുടെ ആ ഒരു അടുത്ത ചുവട് മുന്നോട്ട് വയ്ക്കുന്നു പഠിത്തത്തിൽ തന്നെ. ഈ ഒരു 100% വിജയവും 99% കുട്ടികൾ ടോപ്പ് നേടിയതും ഞങ്ങളുടെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയുള്ള കഴിഞ്ഞ ഒരു വർഷത്തെ അശ്രാന്ത പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. നമ്മുടെ അധ്യാപകർ നമ്മുടെ കുട്ടികൾക്ക് ഏത് സബ്ജക്റ്റിലാണ് വീക്ക് എന്ന് വെച്ചാൽ ആ സബ്ജക്റ്റിൽ കുട്ടികളോടൊപ്പം നിന്ന് അവർക്ക് എല്ലാ പിന്തുണയും നൽകി, അതുപോലെ തന്നെ പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക് മെന്റേഴ്സിനെ ഏർപ്പെടുത്തി അവർ എല്ലാ കാര്യങ്ങളിലും കൂടെ നിന്നതുകൊണ്ടും പിതാക്കളുടെ പിന്തുണ കൊണ്ടുമാണ് ഈ ഒരു വിജയം നമുക്ക് കരസ്ഥമാക്കാൻ സാധിച്ചതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പരവൂരിന്റെ തന്നെ അഭിമാനമായ ഐശ്വര്യ പബ്ലിക് സ്കൂളിലാണ് നിൽക്കുന്നത്. എന്ത് തോന്നുന്നു ഈ ഒരു അഭിമാന നിമിഷം? ഇത്രയും വലിയൊരു വിജയം മാത്രമല്ല, 99% വിജയത്തോടുകൂടി 2 കുട്ടികൾ പാസ്സാവുക എന്ന് പറയുന്നത് ഒരു വിജയത്തിന് അപ്പുറം ഒരു വലിയൊരു സന്തോഷമല്ലേ? എന്ത് തോന്നുന്നു ഈ ഒരു നിമിഷം? വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നുന്ന ഒരു നിമിഷമാണ്. ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് തന്നെയാണ് ഞങ്ങളുടെ കുട്ടികൾ ഉയർന്നിരിക്കുന്നത്. ആ വാക്കുകളിൽ തന്നെ ഉണ്ട്. അത് പറഞ്ഞപ്പോൾ തന്നെ കണ്ണൊന്ന് നിറഞ്ഞു. വളരെയധികം സന്തോഷമുണ്ട്. ഇത് ഞങ്ങൾ അധ്യാപകരുടെ കൂടി വിജയമാണ്. And it's a good coordination and the cooperation of the parents as well as the students in the teaching learning activities and the meticulous plans. And these plans helped us a lot in order to bring out this fruitful result. 2 കുട്ടികൾക്ക് 99% മാർക്ക് ഇത്തവണ ലഭിച്ചിട്ടുണ്ട്. 19ഓളം കുട്ടികൾക്ക് 90% എബോവ് മാർക്സും കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ബാക്കി ഫെസിലിറ്റീസ് ഒക്കെ ഈ സ്കൂളിൽ എന്തൊക്കെ? പറഞ്ഞതുപോലെ പ്ലേ ഗ്രൗണ്ട് സൗകര്യങ്ങൾ എല്ലായിടത്തും ഉള്ളതുപോലെ ഇവിടെയും. പക്ഷേ എടുത്തു പറയേണ്ടത് എനിക്ക് തോന്നുന്നു ATL ലാബ് സൗകര്യം, AI ലാബ്. പിന്നെ നമ്മൾ കഴിഞ്ഞ വർഷം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സ്പെഷ്യാലിറ്റിയാണ് ഫൗണ്ടേഷൻ. ഈ 7ാം ക്ലാസ് മുതൽ തന്നെ കുട്ടികൾക്ക് ഫൗണ്ടേഷൻ ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും ഇവിടെ തന്നെ. ഏതായാലും ഈ ജൂൺ മാസം ഇങ്ങെത്തി നിങ്ങളെ കുട്ടികളെയും ഐശ്വര്യ പബ്ലിക് സ്കൂളിൽ ചേർക്കുക. ഇവിടെ എല്ലാം സേഫ് ആയിരിക്കും. തീർച്ചയായും. KG മുതലേ ഇവിടെയാണ് പഠിക്കുന്നത്. അന്നേ എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ടീച്ചേഴ്സ് ആയിരുന്നു. എല്ലാത്തിലും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾ ട്യൂഷനുണ്ട് ഒരാവശ്യമില്ലായിരുന്നു. എല്ലാത്തിനും നല്ല ടീച്ചേഴ്സ് നല്ല സപ്പോർട്ടിംഗ് ആണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ് മനോഹരം എന്നൊരു വാക്ക്. അത് ഞാൻ ഇവിടെയും ആവർത്തിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് വളരെ മനോഹരമായ ഒരു അറ്റ്മോസ്ഫിയർ നിറച്ചുണ്ട് അല്ലേ? അതെ തന്നെ. അങ്ങോട്ട് പോയാൽ പൂന്തോട്ടികൾക്ക് കളിക്കാനുള്ള ഗ്രൗണ്ട് ആണെങ്കിലും എല്ലാം വളരെ വിശാലമായിട്ട് കിടപ്പുണ്ട്. അടുത്തൊരു കിടക്കാച്ചി വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ സുകേഷ്.